ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഉഷാൻറ്റിയുടെ പ്ലാവേന്ന് ഒരു 5-6 ചക്ക ഒരുമിച്ച് നിന്ന ചക്ക ഇങ്ങ് പറഞ്ഞ് വീണ് പോയി. വിളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ അതിനെ കൊത്തൻ ചക്കയെന്ന് പറയും. അപ്പം ഉഷാൻറ്റി അതിൽ എനിക്ക് ഒരെണ്ണം തന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് ഇത് വീണത്. ഇന്നലെ എനിക്ക് ഒരെണ്ണം തന്നായിരുന്നു. അപ്പോൾ എനിക്കത് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് പോയി ഉഷാൻറ്റിയോട് ചോദിച്ചു, ഉഷാൻറ്റി എനിക്ക് ഒരെണ്ണം കൂടെ തരാമോ, എനിക്കൊന്ന് വീഡിയോ ഇടാനാണെന്ന്. പറഞ്ഞത് കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി ആൻറ്റി അടുത്ത ഒരു ചക്കയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്കതിനെ കണ്ടിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. മമ്മി ഇന്ന് വീട്ടിലുണ്ട്. മമ്മിയാണ് ഇത് കട്ട് ചെയ്ത് തരുന്നത്. ഒട്ടും തന്നെ വിളഞ്ഞിട്ടില്ല കേട്ടോ. പാട പോലും ചൂടിയിട്ടില്ല. അങ്ങനത്തെ ഒരു കൊത്തൻ ചക്കയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈ ചക്കയൊക്കെ വെട്ടുന്നത്. എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ അമ്മയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ കരിന്തൊലി ഉണ്ടല്ലോ, ആ പുറവശത്തുള്ള മുള്ളുള്ള ആ സംഭവം മൊത്തവും അവിടെ അയ്യത്ത് വെച്ച് തന്നെ അതെല്ലാം വെട്ടി കളഞ്ഞിട്ടാണ് വീട്ടിനകത്തോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ടിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ അങ്ങനത്തെ ഒരു ശീലമില്ല കേട്ടോ. അത് ഡയറക്റ്റ് ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചെയ്യുന്നത്. അവരവർക്ക് ഈസിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ഈ ചക്ക വെട്ടിയെടുക്കുന്നതെന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം അത് അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ട് ആരെങ്കിലും പെടലിൽ വെച്ച് കെട്ടാറാണ് പതിവ്. ഇതിൻ്റെ കറയൊക്കെ പേപ്പർ കൊണ്ടോ ചകിരി കൊണ്ടോ ഒക്കെ ഒന്ന് തൂത്ത് മാറ്റിയിട്ട് അതിൻ്റെ നടുക്കുള്ള കൂഞ്ഞെന്ന് പറയും ഞങ്ങൾ. എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ എന്തൊക്കെയാണ് പേരാ പറയുന്നതെന്ന്. എന്തായാലും അതും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് മുറിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ആ കരിന്തൊലി ഉണ്ടല്ലോ, അതായത് ആ മുള്ളുള്ള പോർഷൻ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി പോർഷൻ മാത്രം നമുക്ക് കൂട്ടാൻ വെക്കാൻ മതിയാവുമേ. ചക്ക ഉപയോഗിച്ച് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയാം. പലർക്കും അറിയാമായിരിക്കും, എന്നെക്കാട്ടിലും കൂടുതൽ ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും. എന്തായാലും എനിക്കറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പരുവം കൊത്തൻ ചക്ക ഉണ്ടല്ലോ, ഇതാണെങ്കിൽ വെറുതെ പുഴുങ്ങി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങത്തില്ലേ, അതുപോലെ ഉപ്പ് ഇട്ട് ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇച്ചിരി തേങ്ങയൊക്കെ ചിരകിയിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈ ചക്കയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കാം. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒരു ശകലം മഞ്ഞ കളർ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ചക്കയൊന്നും കഴുകേണ്ട പോലും ആവശ്യമില്ല. നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുന്നതല്ലേ. അതിൻ്റെ ഒരു മണ്ണോ പൊടിയോ ഒന്നും പറ്റാത്തതാണ്. എന്തായാലും ഞാനതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇഡലി പാത്രത്തിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ച് നമുക്കിതിന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണേ. നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ ചക്കയുടെ കഷ്ണത്തിന് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അത് കാരണം ഞാനത് കുറച്ചുകൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പ്ലാവും ചക്കയൊക്കെ ഇഷ്ടംപോലെ വീട്ടിലുള്ളവർക്കുണ്ടല്ലോ, ഇതിനൊക്കെ ഒരു വിലയില്ല. നമ്മളിത് വിദേശത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വില മനസ്സിലാവത്തുള്ളേ. എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ചക്കയിലുള്ളതല്ലേ. പോഷക സമ്പുഷ്ടമാണ്, ഉയർന്ന ഫൈബർ അംശം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ചക്കയിലെ പൊട്ടാഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ല ഒരു ആഹാര സാധനമാണ് ഈ ചക്ക എന്ന് പറയുന്നത്. ചക്കയിലെ വിറ്റാമിൻ സി ഉണ്ടല്ലോ, അത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പോയാലുണ്ടല്ലോ ഒരുപാട് നമുക്ക് ചക്കയുടെ ഗുണങ്ങൾ പറയാം. ഇതിൽ മാക്സിമം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എവിടുന്നെങ്കിലും ചക്ക കിട്ടുവാണെങ്കിൽ ഒരു മടിയും കാണിക്കാതെ അതെടുത്ത് കൂട്ടാൻ വെക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ ഞാൻ ഈ ചക്ക മുഴുവനും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 3-4 ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ജീരകം വേണം. ഞാനിവിടെ ജീരക പൊടിയാണ് ഇടുന്നത്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവ് താല്പര്യമുള്ളവർക്ക് 1-2 പച്ചമുളകും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ എല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകരുത്. നമ്മൾ തോരൻ പരുവത്തിന് ചതച്ചെടുത്താൽ മതിയാവേ. തേങ്ങ പകുതിയും താഴെ പോയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒറ്റ കൈയിൽ വീഡിയോ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് തട്ടിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഞാൻ അതൊക്കെ കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായ സ്ഥിതിക്ക് നമ്മുടെ ചക്ക വെന്തോന്നൊന്ന് നോക്കിയാലോ. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ വേവുണ്ടായിരുന്നു. വീണ്ടും ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂണോ അല്ല ഒരു കത്തിയോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്.
അങ്ങനെ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കാരണം ഇച്ചിരി ഒന്ന് തണുക്കാനായിട്ടുണ്ട്. അപ്പം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ കഷ്ണങ്ങളെയൊക്കെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് തണുപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആവിയിൽ വേവിച്ച് ചക്ക ഇവിടെ തണുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറേശ്ശെ നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് റിവൈസ് അടിച്ചെടുത്താൽ മതിയാവുമേ. അങ്ങനെ നമ്മുടെ ചക്ക മുഴുവനും ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ, അല്ലാതെ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, എന്നാൽ അങ്ങ് മാവ് പോലെ ആയിപ്പോവും. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പരുവമാണ്. അപ്പോൾ നമുക്ക് കൂട്ടാൻ വെച്ചാലോ. ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചക്കയ്ക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 ഐറ്റമാണ് ഇത്. അതായത് കുറച്ച് ഉഴുന്നും കുറച്ച് അരിയുമാണ്. ഇതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെന്ന് പറഞ്ഞാൽ ഈ കടുകിനകത്തോട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. പൊട്ടിത്തെറിയെല്ലാം അവസാനിച്ച് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ കൂട്ടാനുണ്ടല്ലോ, നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഉഴുന്നും അരിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് എന്ത് വന്നാലും അത് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ചതച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ചക്കയും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഒട്ടും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത നമ്മുടെ ഉപ്പുണ്ടല്ലോ, അത് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അരപ്പും ചക്കയും എല്ലാം കൂടെ മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഓൾറെഡി നമ്മൾ ചക്ക വേവിച്ചെടുത്തതാണ്, അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും ഒഴിച്ച് വേവിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ ചക്ക എന്തായെന്നൊന്ന് തുറന്ന് നോക്കിയാലോ. അരപ്പൊക്കെ പിടിച്ച് നമ്മുടെ ചക്ക നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ മാറുന്നത് വരെ ഒന്ന് കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളമയമൊക്കെ പോയി നമ്മുടെ ചക്ക നല്ല ഡ്രൈ ആയിട്ട് തോരൻ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ അടിപൊളി റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം. കുക്ക് ചെയ്ത് കാണിച്ചാൽ മാത്രം പോരല്ലോ, അതൊന്ന് കഴിച്ചും കൂടെ കാണിക്കണ്ടായോ. അപ്പോൾ നമുക്ക് കുറച്ചൊരു പാത്രത്തിലോട്ടൊന്ന് എടുക്കാവേ. ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതുപോലെ വിളയാത്ത ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പറയാൻ പറ്റത്തില്ല, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾക്കറിയാമല്ലോ ചക്കയുടെ ടേസ്റ്റ്. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇടത്തെ കൈ കൊണ്ടല്ല കേട്ടോ കഴിക്കുന്നത്, ഫ്രണ്ട് ക്യാമറ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ആരും തെറ്റിദ്ധരിക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.